മുഖ്യമന്ത്രി ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇല്ലില്ല, എവിടം വരെയായി ചർച്ച? ഒന്നും ആയിട്ടില്ല. ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. മാധ്യമങ്ങൾ അനാവശ്യ ചർച്ച നടത്തല്ലാതെ റിസൾട്ട് വരട്ടെ. എന്നാലും അതിന് മുൻപ് തന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉദാഹരണം, വേഗോളം ഇരുന്നാൽ 6 ഓളം ഇരിക്കാമല്ലോ. ലെറ്റസ് വെയിറ്റ്. അതായത് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ചർച്ച തുടങ്ങൂ. അത്രേ ഉള്ളൂ. റിസൾട്ട് വരട്ടെ. അല്ല, അനൗപചാരികമായി ചർച്ചകൾ ഒരു ചർച്ചയും നടത്തി. അതായത് ഇപ്പം സണ്ണി വക്കീലിനാണ് ഇതിനെക്കുറിച്ച് ഇല്ലില്ല കൃത്യമായി പറയുന്നില്ല. ഞങ്ങൾ എന്തായാലും റിസൾട്ട് കഴിയാതെ, റിസൾട്ട് വരാതെ അതിന്റെ ഫോർമാലിറ്റി ഉണ്ട്, പ്രൊസീജിയർ ഉണ്ട്, അത് കീപ്പപ്പ് ചെയ്യും. ജയിച്ച MLA-മാരുടെ യോഗം ഹൈക്കമാൻഡ് പ്രതിനിധികൾ വന്ന് വിളിക്കും. ഡൽഹിയിൽ നിന്ന് AICC പ്രസിഡന്റ് ഖാർഗെജിയും പ്രതിപക്ഷ നേതാവ് രാഹുൽജിയും ആലോചിച്ച് അവർ പ്രമുഖരായിട്ടുള്ള ആളുകളെ കേരളത്തിലേക്ക് അയക്കും. ഈ MLA-മാരിലെ ഭൂരിപക്ഷമായിരിക്കും, അത് അതിൻ്റെ അകത്തൊക്കെ അതൊക്കെ നിഴലിക്കും. ആ തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് അതൊക്കെ മാറും. ഇന്നോർത്ത് ഇപ്പം കൃത്യമായിട്ട് എണ്ണം നോക്കിയിട്ട് വോട്ടെടുപ്പില്ലെന്നൊന്നല്ല. ഓൾ ദീസ് ആസ്പെക്ട്സ്, ഓൾ ദീസ് ഫാക്ടേഴ്സ് വിൽ ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്, ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഒരു സംശയം കൂടിയുള്ളത്, നിലവിലെ MLA-മാരിൽ നിന്ന് തന്നെ ആയിരിക്കുമോ മുഖ്യമന്ത്രി? അതൊന്നും ഞാൻ പ്രഖ്യാപിക്കേണ്ടതില്ലല്ലോ. അല്ല, ശരിക്കും എങ്ങനെയായിരിക്കും? ഐ കനോട്ട് പ്രെഡിക്റ്റ്. MLA-മാരല്ലാത്തൊരാൾ മുഖ്യമന്ത്രിയായി വരികയും പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക്, അതിനൊന്നും എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സാധ്യതയുണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല എനിക്ക്. ഷിയാസ് VD സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന് പറയുന്നു. അത് അങ്ങനെയല്ല, അതല്ല വേണ്ടത് എന്ന് വേറൊരാൾ പറയുന്നു. ഇത്തരം ചർച്ചകൾ ഇപ്പോൾ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനത്തെ ചർച്ചകൾക്ക് പ്രസക്തിയില്ല. ആ ചർച്ചകൾക്ക് പ്രസക്തിയില്ല. ഞങ്ങളാരും ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു ചർച്ച എന്നോർത്ത് ഇൻഡിവിജ്വലായിട്ട് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടാകാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദർ ഇസ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ടു ബി ഫോളോ.